ഹലോ ഗായ്സ്, നാട്ടിൻ പുറങ്ങളിലെല്ലാം വെണ്ണ ഉണ്ടാക്കുന്നത് നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? തൈര് കടഞ്ഞിട്ടാണ് വെണ്ണ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ നാട്ടിൻ പുറങ്ങളിലെല്ലാം ഇങ്ങനെ തൈര് കടഞ്ഞ് വെണ്ണ ഉണ്ടാക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. എല്ലാം പഴയ രീതിയിൽ തന്നെയായിരിക്കും വെണ്ണ ഉണ്ടാക്കുന്നത്. നമ്മളൊരു കോൽ ഉപയോഗിച്ച് കടഞ്ഞിട്ടാണ് തൈരിൽ നിന്നും വെണ്ണയെ വേർതിരിക്കുന്നത്. ഞാനിന്ന് ചെറിയമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ചെറിയമ്മയുടെ വീട്ടിൽ കണ്ടൊരു കാഴ്ചയായിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വെണ്ണ ഉണ്ടാക്കുന്നത് കാണുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പോകാറുണ്ടെങ്കിലും ഇതുവരെ വെണ്ണ ഉണ്ടാക്കുന്നത് ഇത്ര അടുത്തു നിന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് ഞാൻ പോകുന്ന സമയത്ത് ചെറിയമ്മയും ചെറിയച്ഛനും ചേർന്ന് തൈരിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കുന്നത് ഞാൻ കണ്ടു. പണ്ടുകാലങ്ങളിൽ നാട്ടിൻപുറങ്ങളിലെ ഒട്ടുമിക്ക വീടുകളിലും പശു വളർത്തൽ ഉണ്ടായതുകൊണ്ട് തന്നെ തൈരും മോരും പാലും വെണ്ണയും എല്ലാം അവർ തന്നെയായിരുന്നു സ്വയം ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇന്നത്തെ തലമുറയിൽ എല്ലാം കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ടാണ് വാങ്ങുന്നത്. അങ്ങനെ വാങ്ങുന്ന പാലായാലും തൈരായാലും വെണ്ണയായാലും മോരായാലും എല്ലാം ഈ നാട്ടിൻ പുറങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഗുണമേന്മയുടെ ഏഴകലത്ത് പോലും എത്തില്ല എന്നത് മറ്റൊരു സത്യമാണ്. എപ്പോഴും നാട്ടിൻ പുറങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന മോരായാലും തൈരായാലും വെണ്ണയായാലും അതിനെല്ലാം ഒരു പ്രത്യേക രുചിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പണ്ടുകാലങ്ങളിൽ എല്ലാ വീടുകളിലും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ വെണ്ണയെല്ലാം ഒരു സൈഡിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് മോരാണ്. തൈരിൽ നിന്ന് പൂർണ്ണമായിട്ടും വെണ്ണ കടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഉരുട്ടി ഒരു പാത്രത്തിലേക്ക് ഇടണം. അത് കൈ ഉപയോഗിച്ച് ചെയ്യാൻ പാടില്ല. എല്ലാം കോൽ ഉപയോഗിച്ച് തന്നെ വേണം ചെയ്യാൻ. കാരണം കൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേടാകും. എല്ലാം ഈ കോലിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിനെ കടക്കോൽ എന്നാണ് ഞങ്ങളുടെ നാട്ടിലെല്ലാം പറയുന്നത്. എല്ലാ സൈഡിലേക്ക് ആയതിനു ശേഷം നമ്മൾ ഇതെല്ലാം ഒരു ഉരുളയാക്കി എടുക്കും. ഉരുളയാക്കി എടുത്തതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് നേരം കൂടി നമുക്ക് ഈ മോരിൽ തന്നെ വെക്കാം. അല്ലെങ്കിൽ മോര് കൂടുതലാണെങ്കിൽ നമുക്ക് മോര് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചതിന് ശേഷം ഈ വെണ്ണ കുറച്ച് നേരം കൂടി അവിടെ വെക്കാം. ഇങ്ങനെയാണ് മോരുണ്ടാക്കുന്നത്. അതുപോലെ വെണ്ണ ഉണ്ടാക്കുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ്.